ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സയൻസ് ചോദ്യങ്ങളാണ് കേട്ടോ. മുൻ വർഷങ്ങളിൽ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സയൻസ് ചോദ്യങ്ങളും അതുമായിട്ട് അനുബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വരുന്ന എല്ലാ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇത് 100% ഉപകാരപ്പെടും കേട്ടോ. ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏത്? ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? നമ്മൾ മുന്നത്തെ ക്ലാസ്സുകൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നടുക്ക് കിടക്കുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗമാണ്. ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇതുപോലെ കുറെ ഓർബിറ്റലും ഒക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ അത്രയും ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ അതിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന കണങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോണുകൾ എന്ന് വിളിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? മൈനസ് ചാർജ് ആണ്. ന്യൂക്ലിയസ് പ്ലസ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള കണമായിരിക്കണം അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ്. നമ്മൾ പഠിച്ചതാ അല്ലേ. പ്രോട്ടോൺ എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു പ്രോട്ടോൺ പോസിറ്റീവ്, അങ്ങനെ ആലോചിക്കുക. പി ഒരുപോലെ വരുമല്ലോ. പിന്നെ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണ്, അതിന് ചാർജ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എവിടെയാണ് ഇരിക്കുന്നത്? ന്യൂക്ലിയസിന്റെ അകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ പറയുന്നത്. ന്യൂക്ലിയസിന്റെ ചുറ്റും കറങ്ങുന്ന ആൾക്കാർ ആരാണ്? ഇലക്ട്രോണുകളാണ്. അപ്പൊ ഒരു കാര്യം കൂടെ പഠിക്കാലോ. ഇലക്ട്രോണെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, നമ്മളൊരു കോഡ് പഠിച്ചിരുന്നു, PEN-RTC അല്ലെ. എന്തായിരുന്നു PEN-RTC എന്ന് പറഞ്ഞാൽ? പ്രോട്ടോണിനെ കണ്ടെത്തിയ ആളാണ് റുദർഫോർഡ്. നമ്മൾ പഠിച്ചതാണല്ലേ. പ്രോട്ടോണിനെ കണ്ടെത്തിയ ആളാണ് റുദർഫോർഡ്. ഇലക്ട്രോണിനെ കണ്ടെത്തിയ ആളാരാണ്? തോംസൺ ആണ്. JJ തോംസൺ. ഓക്കെ. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടെത്തിയ ആളാരാണ്? JJ തോംസൺ ആണ്. ഇനി N അപ്പൊ എന്തായിരിക്കും? N ന്യൂട്രോൺ. ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ചാഡ്വിക് ആണ്. ഇതുപോലെ തന്നെ അങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ഖാദി ബോർഡ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഘട്ടം കൂടെ വരാനുണ്ട്. അപ്പൊ ആ കുട്ടികളൊക്കെ എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ന്യൂക്ലിയസിന്റെ ചുറ്റും കറങ്ങുന്ന കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. പിന്നെ നമ്മൾ എന്താണ് PEN-RTC എന്നുള്ള കോഡും കൂടെ ഓർത്തിരിക്കുക. പ്രോട്ടോൺ റുദർഫോർഡ് കണ്ടുപിടിച്ചു. ഇലക്ട്രോൺ JJ തോംസൺ കണ്ടുപിടിച്ചു. ഫൈനലി ന്യൂട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത് കേട്ടോ. ജെയിംസ് ചാഡ്വിക്. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കണേ. അപ്പൊ നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിച്ചു. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A നോക്കിക്കേ. ഓപ്ഷൻ A ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണമാണോ? അല്ല, ന്യൂക്ലിയസിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന കണമാണ്. ഓപ്ഷൻ B പ്രോട്ടോൺ. പ്രോട്ടോൺ എവിടെ ഇരിക്കുന്നേ? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓപ്ഷൻ C ഇലക്ട്രോൺ. ഇലക്ട്രോൺ എവിടെയാണ് കറങ്ങുന്നത്? നമ്മുടെ ന്യൂക്ലിയസിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ C ഇലക്ട്രോൺ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇരുമ്പിന്റെ ധാതുവാണ്. ഇരുമ്പിന്റെ ധാതു ഏതാണ് എന്ന് അറിയണമെങ്കിൽ മറ്റുള്ളതൊക്കെ ആരുടെ ധാതുക്കളാണെന്ന് അറിയണ്ടേ? ഓപ്ഷൻ A ഇൽമെനൈറ്റ്. ഇൽമെനൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റാനിയത്തിന്റെ ഓറാണ് കേട്ടോ. ഇൽമെനൈറ്റ്. അപ്പൊ ഇൽമെനൈറ്റ് ആരുടെ ഓറാണ്? ടൈറ്റാനിയത്തിന്റെ ധാതുവാണ് ഇൽമെനൈറ്റ്. അടുത്തത് മാലക്കൈറ്റ്. മാലക്കൈറ്റ് എന്ന് പറയുന്നത് അത് കോപ്പറിന്റെ ഓറാണ് കേട്ടോ. കോപ്പറിന്റെ ഓറാണ് എന്ത്? മാലക്കൈറ്റ് എന്ന് പറയുന്നത്. കോപ്പറിന്റെ കുപ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ധാതുക്കളുണ്ട് കേട്ടോ. മാലക്കൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിന്റെ പ്രധാനപ്പെട്ട ധാതുവാണ്. ഇൽമെനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിന്റെ പ്രധാനപ്പെട്ട ധാതുവാണ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിന്റെ ധാതുവാണ്. ഇരുമ്പ് അല്ലെങ്കിൽ അയൺ സ്ഥിരം ആവർത്തിച്ച് പരീക്ഷകളിൽ ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ധാതുക്കൾ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഓക്കെ. അപ്പൊ ഹെമറ്റൈറ്റും അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റുമാണ് ആരുടെ ഓറുകള്? നമ്മളുടെ അയണിന്റെ ഓറുകള്. ഓക്കെ. സോ അയണിന്റെ ധാതുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പിന്റെ ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും.
ഇനി ഒരു വർഷം പക്ഷെ പരീക്ഷയിൽ ചോദിച്ചത് തിരിച്ചായിരുന്നു, ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് അവർ എന്ത് ചെയ്തു? ഓപ്ഷൻ എ ഹെമറ്റൈറ്റ് കൊടുത്തു, ഓപ്ഷൻ ബി മാഗ്നറ്റൈറ്റ് കൊടുത്തു, ഓപ്ഷൻ സി സിഡറൈറ്റ് കൊടുത്തു കേട്ടോ. സൈഡറൈറ്റ് എന്നോ സിഡറൈറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പൊ ഓപ്ഷൻ സി സിഡറൈറ്റ് ആയിരുന്നു. ഓപ്ഷൻ ഡി മറ്റെന്തോ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മൂന്നും പക്ഷെ നമ്മൾ അയണിന്റെ ധാതുക്കളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് വന്നാലും അയണിന്റെ ആണെന്ന് ഓർത്ത് വരിക. അപ്പം ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിഡറൈറ്റും ആരുടെ ഊറാണ്? ഇരുമ്പിന്റെ ധാതുക്കളാണ്. ഓക്കെ, ആൻസർ ഇവിടെ ഏത് വരും? ഓപ്ഷൻ സി ഹെമറ്റൈറ്റ് എന്ന് വരും. ഓക്കെ, അടുത്ത ചോദ്യം, കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ കോൾ ഗ്യാസിൽ ഏറ്റവും അധികം ഉള്ളത് ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ക്ലോറിൻ, ഫൈനലി ഓപ്ഷൻ ഡി മീഥെയ്ൻ. മീഥെയ്ൻ ആണ് നമ്മുടെ കോൾ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോൾ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? മീഥെയ്ൻ ആണ്. കണ്ടോ, ചതുപ്പ് നിലത്തിൽ കാണപ്പെടുന്ന ഗ്യാസ് ആണ് മീഥെയ്ൻ എന്ന് പറയുന്നത്. അപ്പൊ ചതുപ്പിൽ കാണപ്പെടുന്നത്, ചെളിയിൽ ചതുപ്പിലൊക്കെ കാണപ്പെടുന്നത് മീഥെയ്ൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മാർഷി ഗ്യാസ് എന്ന് വിളിക്കും കേട്ടോ. മാർഷി ഗ്യാസ്, മാർഷി ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ചതുപ്പ് നിലം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ മാർഷി ഏരിയ എന്ന് വിളിക്കുന്നത്. അതിൽ കാണപ്പെടുന്നതും ഏതാണ്? മീഥെയ്ൻ ആണ്. മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് മീഥെയ്നിന്. ഗോബർ ഗ്യാസ് എന്നറിയപ്പെടുന്നതും എന്താണ്? മീഥെയ്ൻ ആണ് കേട്ടോ. ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ ബയോഗ്യാസിന്റെ മറ്റൊരു പേരാണ്. നമ്മൾ ഈ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ വേസ്റ്റിൽ നിന്നുമാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിനെ ഗോബർ ഗ്യാസ് എന്ന് വിളിക്കും. അതിനകത്തെ പ്രധാന ഘടകവും എന്താണ്? മീഥെയ്ൻ തന്നെയാണ്. അപ്പൊ ഏത് ഗ്യാസ് ആണ് ഗോബർ ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മീഥെയ്ൻ തന്നെയാണ്. ഈ ഗോബർ എന്ന് പറഞ്ഞാൽ ചാണകം എന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ആനിമൽ വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഗ്യാസ് ആണ് മീഥെയ്ൻ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ എന്താണ്? മീഥെയ്ന്റെ സവിശേഷതകളാണ് കേട്ടോ. കോൾ ഗ്യാസ് എന്നറിയപ്പെടുന്നു, മാർഷി ഗ്യാസ് എന്നറിയപ്പെടുന്നു, ഗോബർ ഗ്യാസ് എന്നറിയപ്പെടുന്നു. ഇനി ഇതിൽ നിന്ന് തന്നെ ബന്ധിപ്പിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ വീട്ടിൽ പാചകത്തിനായി ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG-ക്കകത്തുള്ള പ്രധാന ഘടകം ഏതാണ്? അത് നമ്മുടെ ബ്യൂട്ടെയിൻ ആണ് കേട്ടോ, തെറ്റിക്കരുതേ. മീഥെയ്ൻ അല്ല, ബ്യൂട്ടെയിൻ ആണ് നമ്മൾ കത്തിക്കുന്ന നമ്മുടെ അടുക്കളയിലെ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടെയിൻ ആണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക അത് എന്തിന്റെ മിക്സ്ചർ ആണെന്നും ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ ബ്യൂട്ടെയിനിന്റെയും പ്രൊപ്പെയിനിന്റെയും കൂടെ മിക്സ്ചർ ആണ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബ്യൂട്ടെയിനും പ്രൊപ്പെയിനും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ മീഥെയ്ൻ ഏതിനകത്തുണ്ട്? നമ്മുടെ ബയോഗ്യാസ്, ഗോബർ ഗ്യാസിനകത്ത് അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. മാർഷി ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീഥെയ്ൻ ആണ്. ചതുപ്പ് നിലത്തിൽ കാണപ്പെടുന്ന ഗ്യാസ് ഏതാണ്? മീഥെയ്ൻ ആണ്. കോൾ ഗ്യാസിനകത്തെ പ്രധാന ഘടകം ഏതാണ്? മീഥെയ്ൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏത്? വാഷിംഗ് സോപ്പ് എന്ന് പറയാൻ നമ്മൾ അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ അലക്ക് സോപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രധാന രാസസംയുക്തം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ KOH എന്നാണ് നമ്മൾ എഴുതുക കേട്ടോ. പൊട്ടാസ്യത്തിന്റെ സിമ്പൽ K ആണ്. ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രജനും ഓക്സിജനും, KOH എന്ന് എഴുതി. അടുത്തത് പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം എഴുതി, ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ Cl, അത് എഴുതി കൊടുത്തു. അടുത്തത് സോഡിയം ക്ലോറൈഡ്. സോഡിയത്തിന്റെ സിമ്പലാണ് Na. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ കറി ഉപ്പ് കേട്ടോ, ഉപ്പാണ് സോഡിയം ക്ലോറൈഡ്. അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡും ദേ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ആരാണ് നമ്മളുടെ അലക്കു സോപ്പിൽ അടങ്ങിയിരിക്കുന്നത്? അലക്കു സോപ്പ് എന്ന് പറയുന്നത് ബേസിക് നേച്ചർ കാണിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, ആൽക്കലി ആണ്. നമുക്കറിയാലോ ആസിഡ് എന്നും ബേസ് എന്നും രണ്ടായിട്ട് എന്താണ് തരംതിരിച്ചിട്ടുണ്ട്. ആസിഡിക് സ്വഭാവം കാണിക്കുന്നവരെ ആസിഡ് എന്നും ബേസിക് സ്വഭാവം എല്ലാം കാണിക്കുന്നവരെ നമ്മൾ ആൽക്കലി എന്നും വിളിക്കും. അപ്പൊ നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ കോമ്പോണന്റ് ആണ്, ആൽക്കലി ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആൽക്കലി
എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവണം? ഒരു OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ആസിഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു H ഉണ്ടാവണം. ആൽക്കലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു OH ഉണ്ടാവണം. HCl ഒരു ആസിഡാണ്, കാരണം അവിടെ H ഉണ്ട്. H2SO4 എന്ന് പറയുന്നത് ഒരു ആസിഡാണ്, കാരണം അവിടെ എന്തുണ്ട്? H ഉണ്ട്. അപ്പൊ H ഉണ്ടെങ്കിൽ ആസിഡ് എന്നും OH വന്നാൽ ഹൈഡ്രോക്സൈഡുകൾ വന്നു കഴിഞ്ഞാൽ ആൽക്കലി എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ അലക്കു സോപ്പ് എന്താണ്? ആൽക്കലി ആണ്. പക്ഷെ അലക്കു സോപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൽക്കലി ഏതായിരിക്കും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ കോസ്റ്റിക് സോഡ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതും ആരാണ്? NaOH ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഹൈഡ്രോക്സൈഡുകളെ മാത്രമേ നമ്മൾ ആൽക്കലി ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ. ഇവിടെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ഉണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത്? ഈ ചോദ്യം കാണുമ്പോഴേ ഭൂരിഭാഗം കുട്ടികൾ എന്ത് എഴുതി വെക്കുമെന്ന് അറിയോ? ഫ്ലൂറിൻ. ഓപ്ഷൻ സി ഫ്ലൂറിൻ എന്നങ്ങോട്ട് എഴുതി വെക്കും. കാരണം എന്താ? നമ്മൾ പഠിക്കുന്നതാണ് ക്രിയാശീലം ഏറ്റവും കൂടുതലായിട്ടുള്ള മൂലകം ഏത്? ഫ്ലൂറിൻ ആണ്. ഇതങ്ങ് പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കാണ്. പക്ഷെ ചോദ്യം വൃത്തിയായിട്ട് വായിക്കണം. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലൂറിൻ എന്ന് പറയുന്നത് 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആണ് കേട്ടോ. 17ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ഹാലജനുകൾ എന്ന് വിളിക്കും. ഹാലജൻസ് എന്നാണ് 17ാമത്തെ ഗ്രൂപ്പിന്റെ മറ്റൊരു പേര്. അതിൽ ആരൊക്കെ വരും? ഫ്ലൂറിൻ വരും, ക്ലോറിൻ വരും, ബ്രോമിൻ വരും, അയോഡിൻ വരും, അങ്ങനെ അങ്ങോട്ട് പോകും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഒക്കെ തന്നെ 17ാമത്തെ ഗ്രൂപ്പാണ്. അവർക്ക് ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്, അതുകൊണ്ട് തന്നെ അവർ വളരെ റിയാക്റ്റീവ് ആയിരിക്കും. എങ്ങനെയെങ്കിലും ഒരു ഇലക്ട്രോണിനെ എവിടെന്നെങ്കിലുമൊക്കെ മേടിക്കാൻ നോക്കും. അതിലും ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ ക്രിയാശീലത കൂടിയ മൂലകം കേട്ടോ. നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ ഹലജൻ എന്ന് എഴുതും, പക്ഷെ നമ്മുടെ ചോദ്യം 16ാമത്തെ ഗ്രൂപ്പിനെ പറ്റിയാണ്. 16ാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെ അവിടെ ഉണ്ട്? ഓപ്ഷൻ എ ഓക്സിജൻ ഉണ്ട്, ഓപ്ഷൻ ബി സൾഫർ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ എ ഓക്സിജനും ഉണ്ട്, അവിടെ സൾഫറും ഉണ്ട്. ബാക്കി രണ്ടുപേരും നോക്കിക്കോ, ക്ലോറിനും ഫ്ലൂറിനും 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അവരെ രണ്ടുപേരെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. പിന്നെ ഉള്ളത് ആരാണ്? ഓക്സിജനും ഉണ്ട്, സൾഫറും ഉണ്ട്. ഇത് രണ്ടും ഏത് ഗ്രൂപ്പിലാണ്? 16ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. അതിനകത്ത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഓക്സിജൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഓക്സിജൻ ഒരുപാട് കോംപ്ലക്സുകൾ ഫോം ചെയ്യും, സൾഫർ അത്രയും തന്നെ ഫോം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഓക്സിജൻ ആണ് 16ാമത്തെ ഗ്രൂപ്പിൽ ക്രിയാശീലത കൂടിയിട്ടുള്ള മൂലകം. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആര്? നമ്മുടെ ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓർത്ത് വെക്കണേ, ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് നോക്കാമല്ലോ. ഓപ്ഷൻ എ ന്യൂട്ടൺ. ന്യൂട്ടൺ എന്താ കണ്ടുപിടിച്ചേ? ഗുരുത്വാകർഷണ ഫലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ച ആളാണ് ഐസക് ന്യൂട്ടൺ. തലയിൽ ഒരു ആപ്പിൾ വന്ന് വീണു. അപ്പൊ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ എന്റെ തലയിൽ വീണത്? താഴോട്ട് ഭൂമി എന്ത് ചെയ്യും? ഭൂമി അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കും എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. അടുത്ത രണ്ടാമത്തെ ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഐൻസ്റ്റീൻ്റെ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണേ. ഐൻസ്റ്റീൻ്റെ ഒരു എനർജി മാസ് റിലേഷൻഷിപ്പ് ഉണ്ട്. E=mc². വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. E=mc² എന്ന സൂത്രവാക്യം ആരുടെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആണ്. ഓക്കെ, എനർജി എന്ന് പറയുന്നത് മാസിന്റെയും സ്പീഡ് ഓഫ് ദ ലൈറ്റ്, സി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശത്തിന്റെ വേഗത, പ്രകാശത്തിന്റെ വേഗതയുടെ സ്ക്വയറുമായിട്ട് മാസ് അല്ലെങ്കിൽ പിണ്ഡത്തിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. E=mc². ആരുടെ സമവാക്യമാണ്? നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സമവാക്യമാണ്. ഇനി അടുത്ത നോക്കിക്കേ, ഫാരഡേ. ഫാരഡേ എന്താ കണ്ടുപിടിച്ചത്? ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ആളാണ് ഫാരഡേ അല്ലേ. നമ്മൾ ഫാരഡേയുടെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതാണ്. അപ്പൊ ഇലക്ട്രോലിസിസ് എന്നൊക്കെ പറഞ്ഞ് ബന്ധപ്പെടുത്തി പഠിക്കുന്ന ശാസ്ത്രജ്ഞനാണ് ഫാരഡേ. അപ്പൊ ഫാരഡേ എന്താ കണ്ടുപിടിച്ചത്? ഫാരഡേ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പുള്ളിക്കാരൻ ഇതൊന്നും കണ്ടുപിടിച്ചില്ലേ നമ്മൾ ഇന്നും ഇരുട്ടത്ത് തന്നെ തപ്പി നടന്നേനെ.
അടുത്തത് ഓപ്ഷൻ ഡി റുദർഫോർഡ്. റുദർഫോർഡിന്റെ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റുദർഫോർഡ് എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിച്ചു? പ്രോട്ടോൺ കണ്ടുപിടിച്ചു, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. റുദർഫോർഡിന് ഒരുപാട് സവിശേഷതകളുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് നോക്കി വെക്കണേ. അപ്പൊ നമ്മുടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടോണുകളെ കണ്ടുപിടിച്ചതും ഒക്കെ ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിക്കേ, ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. സെക്കൻഡ് സൂചി എങ്ങനെയാ ചലിക്കുന്നേ? ഓരോ സെക്കൻഡിലും അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും അല്ലെ, ഈക്വൽ ആയിട്ടാണ് അനങ്ങുന്നത്. അതിന് പ്രത്യേകിച്ച് സമയം കൂടുതലോ സമയം കുറവോ ഒന്നും എടുക്കില്ല, ഒരേ സ്പീഡിലാണത് അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ സമചലനമാണ് നമ്മളുടെ ഉത്തരം. നോക്കി, സമചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ വേഗതയിൽ ചലിച്ചുകൊണ്ടേയിരിക്കുക, ഒരേ ഡയറക്ഷനിൽ, അതാണ് സമചലനം. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ സമചലനം. ഇനി അടുത്ത നോക്കിക്കേ, ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകമാണ്? ന്യൂട്ടൺ എന്തിനെയാണ് അളക്കുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ ആണ് മർദ്ദം. മർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ യൂണിറ്റുകൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? പാസ്കൽ ആണ് അല്ലെ. പക്ഷെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ. ബാരോമീറ്റർ ആണ്. കണ്ടോ, അന്തരീക്ഷ മർദ്ദം അളക്കാനായി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ബാരോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ മർദ്ദത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? പാസ്കലും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും. പാസ്കലും ഉണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും ഉണ്ട്. അപ്പൊ ഇതാണ് SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ന്യൂട്ടൺ എന്നത് ഏതിന്റെ യൂണിറ്റ് ആണെന്നാണ്. അതുകൊണ്ട് എന്തായാലും ഇതല്ല. വൈദ്യുതി. വൈദ്യുതി എന്നാൽ എന്താണ്? ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ഏതാണ്? ആംബിയർ ആണ്. നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ആംബിയർ ആണ് ഇലക്ട്രിക് കറണ്ട് അളക്കാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ബലം. ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. പഠിച്ചു വെക്കണം കേട്ടോ. ഫോഴ്സിന്റെ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. അപ്പൊ ബലത്തിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരം. അടുത്ത ചോദ്യം, സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്ര? ഉപരിതലത്തിലെ ശരാശരി താപനില മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോണം. 5500. എത്രയാണ്? 5500. ഏറ്റവും പുറത്തെ ഭാഗം, അതാണ് ഉപരിതലം എന്ന് പറയുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ടെമ്പറേച്ചർ അല്ലേ അളക്കുന്നത്, അതുകൊണ്ടാണ് ഡിഗ്രി സെൽഷ്യസ് എന്ന് അളക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ 5500, ഓപ്ഷൻ ബി 4000, ഓപ്ഷൻ സി 10000, ഓപ്ഷൻ ഡി 15500. അപ്പൊ ആൻസർ ചെയ്ത് വരും 5500 ഡിഗ്രി സെൽഷ്യസ്. സൂര്യന്റെ പുറത്ത് 5500. അങ്ങനെ അങ്ങ് പഠിച്ചു വെക്കണേ. അടുത്ത ചോദ്യം, വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏത് അവസ്ഥയിലാണ്? വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് കേട്ടോ. അപ്പൊ തന്നിരിക്കുന്ന എല്ലാം തന്നെ വിവിധ അവസ്ഥകളാണ്. ഖരാവസ്ഥയുണ്ട്, വാതകാവസ്ഥ, ദ്രാവകാവസ്ഥ, പ്ലാസ്മ അവസ്ഥ. അപ്പം ഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. ആ സമയത്ത് വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ടാണോ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്? അല്ല. ഓപ്ഷൻ ബി ദ്രാവകം. ദ്രാവകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണോ? അല്ല. ഓപ്ഷൻ സി വാതകാവസ്ഥ, ഗ്യാസ് ആയിട്ടിരിക്കുന്ന സമയത്താണോ? അല്ല. പ്ലാസ്മ ആയിട്ടുള്ള അവസ്ഥയിലാണ് കേട്ടോ ഇതുപോലെ ചാർജുള്ള കണങ്ങളായിട്ട് നിൽക്കുന്നത്. ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥയാണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, ലാസ്റ്റ് ചോദ്യം, ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. സാധാരണ രീതിയിൽ ഉദാഹരണം ഏത് എന്നാണ് ഇപ്പം PSC ചോദിക്കാറ് കേട്ടോ. പക്ഷെ ഈ പ്രാവശ്യം ചോദിച്ചത് ഏതാണ്? ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹരിതഗ്രഹ വാതകമാണ് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മളോട് ചോദിക്കാറ് അങ്ങനെയാണ്. ഹരിതഗ്രഹ വാതകത്തിന് ഉദാഹരണം ഏത് എന്ന് തന്നിട്ട് ഓപ്ഷനിൽ ഒരെണ്ണം ഇതായിരിക്കും തരുന്നത്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാണിക്കുന്ന ഗ്യാസ് ആണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ഹരിതഗ്രഹ വാതകമാണ്. ഓപ്ഷൻ ബി മീഥേൻ. മീഥേൻ എന്ന് പറയുന്നതും ഒരു ഹരിതഗ്രഹ വാതകം തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ സി നൈട്രജൻ. നൈട്രജൻ ഒരു ഹരിതഗ്രഹ വാതകമാണോ? അല്ല. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ നേച്ചറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു എലമെന്റുകളിൽ ഒന്നാണ് നൈട്രജൻ എന്ന് പറയുന്നത്.
അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല കേട്ടോ. അപ്പം നമ്മൾ ഉത്തരം ഇവിടെ ഏത് വരും? നൈട്രജൻ എന്നാണ് വരുന്നത്. നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊന്നും തന്നെ എന്താണ്? ഹരിതഗൃഹവാതകങ്ങളല്ല. ലാസ്റ്റ് നോക്കിക്കേ, ഓപ്ഷൻ ഡി ഓസോൺ എന്നാണ് തന്നിരിക്കുന്നത്. ഓസോണും ഒരു ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി നൈട്രജൻ ആണ്. ബാക്കിയുള്ളതെല്ലാം കോംപ്ലക്സുകളാണ്, അങ്ങനെ വേണമെങ്കിലും ഓർത്തിരിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബണും ഓക്സിജനും കൂടെ ചേരുന്ന ഒരു സംയുക്തമാണ്. മീഥേൻ എന്ന് പറഞ്ഞാലോ കാർബണും ഹൈഡ്രജനും കൂടെ ചേരുന്ന ഒരു സംയുക്തമാണ്. പിന്നെ ഏതാണ്? ഓസോൺ എന്ന് പറഞ്ഞാലോ 3 ഓക്സിജനുകൾ ചേരുന്ന ഒരു സംയുക്തമാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി നൈട്രജൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള കമന്റുകളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം തന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.